എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഇന്നത്തെ മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് നമ്മുടെ ഇന്നത്തെ ഈ കാർട്ടൂണിന് അടിസ്ഥാനം. നമുക്കറിയാം, വടകര പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിനെ തേജോവധം ചെയ്യാനായിട്ട് CPM ഇറക്കിയ ഒരു കാഫിർ വിവാദത്തിൽ CPMകാർ തന്നെയാണ് കുറ്റക്കാരെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നത്തെ വാർത്തയാണിത്. ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിനിപ്പം നാളെ വളച്ചൊടിച്ച് ഇത് ട്വിസ്റ്റ് ചെയ്ത് വേറൊരു രീതിയിലാകാൻ മേലെന്നില്ല. എന്നാലും ഇന്നിപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്, ഈ വടകര തെരഞ്ഞെടുപ്പിൽ കാഫിർ വിവാദത്തിൽ പോലീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇത് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് ഇടതുപക്ഷ ഗ്രൂപ്പുകളിലാണെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ അധികരിച്ചാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ ചെയ്യുന്നത്. ഒരു എതിരാളിയെ താറടിക്കാനായിട്ട് അല്ലെങ്കിൽ ഇലക്ഷനിൽ ജയിക്കാനായിട്ട് ഏത് തറ പരിപാടിയോ അല്ലെങ്കിൽ കുതന്ത്രങ്ങളും പ്രയോഗിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് നേരത്തെ തന്നെ അറിവുള്ളതാണ്. അത് കുറച്ചുകൂടെ സ്പഷ്ടമായിട്ടിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. നമുക്ക് ആ വാർത്ത ഒന്ന് ശ്രദ്ധിക്കാം. ഇതാണ് ആ വാർത്ത. വടകര തെരഞ്ഞെടുപ്പ് കാഫിർ വിവാദത്തിൽ പോലീസ് റിപ്പോർട്ട്. തുടക്കം ഇടത് ഗ്രൂപ്പുകളിൽ. സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തവർ ഉറവിടം വ്യക്തമാക്കുന്നില്ല. ഫോണുകൾ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഷാഫിക്കെതിരെ ഇലക്ഷൻ്റെ തലേദിവസം വൻ പ്രചരണ ആയുധമാക്കിയ ഒരു സംഭവമാണ്. എന്നിട്ട് അവിടെ 8 നില പൊട്ടി എന്നുള്ളത് വേറൊരു കാര്യം. ഇത്രയും വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വേറെ ഇല്ല. പക്ഷേ അവർ ന്യായീകരിച്ച് അത് വെളുപ്പിക്കും. അതാണ് അവരുടെ ഒരു രീതി. അങ്ങനെയാണ്. ഈ വാർത്തയെക്കുറിച്ചിട്ടുള്ള ഈ കാർട്ടൂണിലേക്ക് നമുക്ക് കടക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇതിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കതിൻ്റെ റെഫിടുന്നിലോട്ട് കടക്കാം.
കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. കാരണം CPM എന്ന് പറഞ്ഞ ആ ഒരു വർഗീയ കോമരം, വർഗീയ ഭീകരത എഴുതുകയാണ് വർഗീയത തൊലയട്ടെ എന്ന് വടകരയിൽ.